إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളെ ശുദ്ധീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിരവധി അനവധി അനുഗ്രഹങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരായ നമ്മളെല്ലാം. അവൻ ചെയ്തു തന്നിട്ടുള്ള ഒരു അനുഗ്രഹത്തിന് പോലും നന്ദി ചെയ്യുവാൻ ജീവിതമാസകലം ഇബാദത്തിൽ മുഴുകിയാൽ പോലും സാധ്യമാകില്ല. അത്രത്തോളം വലിയ അനുഗ്രഹങ്ങളും നിഅമത്തുകളും കാരുണ്യവുമാണ് അള്ളാഹു നമ്മോട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ശരീരം തന്നെയും മഹാ അത്ഭുതമാണ്. ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ അമൂല്യമായ നിധികളാണ്. അവയോരോന്നിനെയും നമുക്ക് നൽകിയതിനെ അള്ളാഹു കൃത്യമായി തന്നെ അത് ഉപയോഗപ്പെടുത്തിയോ ഇല്ലേ എന്നതിനെക്കുറിച്ച് അള്ളാഹു പരലോകത്ത് നമ്മെ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയവും ഇല്ല. അള്ളാഹു മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് രണ്ട് കണ്ണുകൾ നൽകിയിട്ടില്ലയോ? രണ്ട് കണ്ണുകൾ നാം അവന് കൊടുത്തിട്ടില്ലയോ, നൽകിയിട്ടില്ലയോ? വലിസാനം വശഫതൈനി, നാവും അതുപോലെ തന്നെ ആ നാവുകൾ ചലിപ്പിക്കാനും സംസാരിക്കാനും സഹായകരമായി തീരുമാറ് ഇരു ചുണ്ടുകളെയും നാം അവന് നൽകിയില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള ഈ നിരവധി അനവധി അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ അല്ലാഹു എടുത്ത് ചോദിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ, ആ കണ്ണുകൾ നിങ്ങൾക്ക് നാം നൽകി ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്, അമാനത്തുകളാണ് എന്നർത്ഥം. അവയെക്കുറിച്ച് കൃത്യമായ വിചാരണ പരലോകത്ത് നാം ഓരോരുത്തരും നേരിടേണ്ടതായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മഹാന്മാരായ പൂർവീക പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു, ഇദാ അറദ്ത അൻ തഅരിഫ നിഅമത്തല്ലാഹി അലൈക് ഫഅഗ്മിദ് ഐനൈക്,
അള്ളാഹു നിനക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിന്റെ വലുപ്പം നിനക്കറിയണമെങ്കിൽ, റബ്ബ് നിന്നോട് ചെയ്ത കാരുണ്യത്തിന്റെ അളവ് നിനക്ക് മനസ്സിലാക്കാൻ, നിനക്ക് ഒരു നിഅമത്തിന്റെ അനുഗ്രഹം, നിനക്ക് ആ ഒരു നിഅമത്തിനെ കുറിച്ചെങ്കിലും നിനക്ക് ബോധോദയമുണ്ടാകാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഅഗ്മിദ് ഐനൈക, നിന്റെ രണ്ട് കണ്ണുകൾ നീ കുറച്ചു നേരത്തേക്കൊന്ന് അടച്ചു പിടിക്ക്. നിന്റെ രണ്ട് കണ്ണുകൾ നീ കുറച്ചു നേരത്തേക്കൊന്ന് അടച്ചു പിടിക്ക്. എന്നിട്ട് നീ ചിന്തിക്ക്, കണ്ണടച്ചാലുള്ള എന്റെ അവസ്ഥ എന്ത്? ആ കണ്ണടച്ചുകൊണ്ട് നിനക്ക് എത്ര സമയം നിന്റെ ജീവിതത്തിൽ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള കണ്ണടക്കലല്ല, നിന്റെ ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന, നീ പ്രവർത്തിക്കുന്ന, നീ ജോലി ചെയ്യുന്ന, നീ തൊഴിൽ ചെയ്യുന്ന, നിന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി നീ പുറത്തിറങ്ങി നടക്കേണ്ടുന്ന ഒരു സമയത്ത് നിന്റെ ഇരു കണ്ണുകളും നീ ഒന്ന് പൊത്തിപ്പിടിച്ചുകൊണ്ട്, ഒന്ന് അടച്ചു പിടിച്ചുകൊണ്ട് നീ ഒന്ന് ആലോചിക്ക്, ഇതെനിക്കൊരു 10 മിനിറ്റ് സഹിക്കാൻ കഴിയുമോ? ഇതെനിക്ക് 1 മണിക്കൂർ സഹിക്കാൻ കഴിയുമോ? എന്നിട്ടല്ലേ ഇത് ആജീവനാന്തം സഹിക്കൽ. അത്രത്തോളം വലിയ ഒരു നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. സഹോദരന്മാരെ, ആ നിഅമത്ത്, ആ അനുഗ്രഹത്തിന് മാത്രം അള്ളാഹുവിനോട് നന്ദി ചെയ്താൽ തീരുമോ? ആ അനുഗ്രഹം നൽകിയ നാഥന്റെ മുമ്പിൽ ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് സർവശക്തനായ നാഥൻ എനിക്ക് നൽകിയ അമാനത്താണെന്ന് നിശ്ചയിച്ചുകൊണ്ട് അതിന് ശുക്ർ കാണിക്കുവാൻ നാം തയ്യാറാകാറുണ്ടോ സുഹൃത്തുക്കളെ? ആ കണ്ണുകൾ കൊണ്ട് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങളല്ലേ ദിനേന നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അവൻ വിചാരിച്ചാൽ നൊടിയിട കൊണ്ട് പിൻവലിക്കുവാൻ സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, അള്ളാഹു നൽകിയ കണ്ണ് എന്ന് പറയുന്ന നിഅമത്തിനെ നന്മയുടെ മാർഗത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിന് ശുക്റുള്ളവരാകണം. എങ്ങനെയൊക്കെ കണ്ണുകളെ നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തി ശുക്ർ കാണിക്കണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് നിർവചിച്ച് വിശദീകരിച്ച് അക്കമിട്ട് എണ്ണിത്തന്നിരിക്കുകയാണ്. ഒന്നാമതായി അന്നളറു ഇലാ മഖ്ലൂഖാത്തില്ലാഹ് ബിഖസ്ദി തഫക്കുരി ഫീഹാ വതഅമ്മുലി ഫീ അജായിബി സുൻഇല്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് നിങ്ങൾ നോക്കാൻ നിങ്ങളുടെ കണ്ണുകൾ ഇടക്കിടക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മഹാത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണയച്ചുകൊണ്ട് അവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അഫലം ഖുലിൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ എന്തൊക്കെയാണ് റബ്ബ് സംവിധാനിച്ചിരിക്കുന്നതെന്ന് അവരൊന്ന് നോക്കട്ടെ. പ്രവാചകരെ പറയൂ, ഉൻദുറു, നോക്കൂ നിങ്ങൾ, നോക്കി കാണൂ നിങ്ങൾ, മാദാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ അവൻ എന്തൊക്കെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. അത് നോക്കാൻ, അവന്റെ നിഅമത്തുകളെയും അനുഗ്രഹങ്ങളെയും ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ. അതുപോലെ തന്നെ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ ജന്തുലോകത്തെ കാണാൻ. അതുപോലെ തന്നെ പർവ്വത നിരകളെ കാണാൻ, ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ മറ്റു അത്ഭുതങ്ങളെ കാണാൻ, ആകാശ ലോകത്തുള്ള അത്ഭുതങ്ങളെ കാണാൻ. ഇങ്ങനെ നിരവധി അനവധി അനുഗ്രഹങ്ങളെ കാണുവാൻ തന്നെ സ്വന്തം ബോഡിയെ കുറിച്ച് പോലും കാണാനോ ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്ന് തന്നെ അള്ളാഹു പ്രയോഗിച്ചു. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾ, അതിലേക്കൊന്ന് നോക്കിക്കൂടെ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾക്ക് തന്ന കണ്ണ്, കയ്യ്, കാല്, അനുഗ്രഹങ്ങൾ ഓരോന്നും ഓരോ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും, അവയൊക്കെ കാണാനും ചിന്തിക്കാനും വേണ്ടി, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി കണ്ണുകൾ കൊണ്ട് കണ്ട് നീ ചിന്തിച്ച് സർവലോക പരിപാലകനായ റബ്ബ് തന്നതാണ് ഈ കണ്ണെന്ന നിലക്ക് ആ കണ്ണുകളെ വീണ്ടും വീണ്ടും അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി അൽ ഖിറാഅത്തു ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥം പാരായണം ചെയ്യാൻ നിന്റെ കണ്ണുകൾ നീ എത്രത്തോളം ചെലവഴിക്കുന്നു? അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത്, അത് മനഃപ്പാഠം പാരായണം ചെയ്യുന്നതും നോക്കി പാരായണം ചെയ്യുന്നതും എല്ലാം പുണ്യമുള്ളതാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ പോലും ഫലഹു ബിഹി ഹസന, ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ അതിന്റെ 10 ഇരട്ടികളായിട്ടാണ്. 10 ഇരട്ടികളായിട്ടാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫ് ഹർഫ് വലാം ഹർഫ് വമീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നോതുമ്പോഴേക്കും 30 പ്രതിഫലം, അതിനുമപ്പുറം ഇഖ്ലാസ് അനുസരിച്ച് 30 പ്രതിഫലം തുടക്കം, ഒരക്ഷരത്തിന് 10 പുണ്യം.
ഒരക്ഷരത്തിന് 10 പുണ്യം. അവിടുന്ന് അങ്ങോട്ട് ഇഖ്ലാസിനനുസരിച്ച് അതിന്റെ അശ്റു അംസാലിഹയായിട്ട് അതിന്റെ 10ന്റെ ഗുണിതങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത്രത്തോളം വലിയ പ്രാധാന്യമർഹിക്കുന്ന ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവീൻ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, അതതിന്റെ അനുയായികൾക്ക് വേണ്ടി, ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശകനായി രംഗത്ത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ കണ്ണുകൾ, അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൾ കൊണ്ട് കാണിക്കേണ്ട ശുക്റാണ് ഈ പറഞ്ഞു വരുന്നത്. ഒന്ന്, ലോകത്ത് അള്ളാഹു സംവിധാനിച്ച അത്ഭുതങ്ങളെ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോ കിബിറ് കൂടല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് മഹാപരിശുദ്ധൻ, അവന്റെ കുദറത്തെത്രയാണ്, അവന്റെ കഴിവെത്രയാണ്, ഞാൻ നിസ്സാരൻ, ഇതൊക്കെ പടച്ചുണ്ടാക്കിയ നാഥന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവനല്ലയോ ഞാനെന്ന വിനയാന്വിതമായ ചിന്തയിലേക്ക് അവന്റെ മനസ്സിനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ദർശനങ്ങൾ, കാഴ്ചകൾ നീ കാണണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബ് നോക്കി വായിക്കാൻ നിന്റെ കണ്ണുകളെ ഉപയോഗപ്പെടുത്തണം. അൽ ഖിറാഅത്തു ഫിൽ ഇൽമി നാഫിഅ്, ഉപകാരപ്രദമായ അറിവുകൾ നോക്കി വായിക്കാൻ നിന്റെ കണ്ണുകളെ നീ എപ്പോഴും ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിന്റെ പഠനം പോലെ ഹദീസുകൾ വായിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം അറിയുക, ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതും നാഫിആയ ഇൽമിന് വേണ്ടി നിന്റെ കണ്ണുകളെ നീ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നിന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്യേണ്ടുന്ന ശുക്റാണ് അൽ ബുകാഉ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നീ ഇടക്കിടക്ക് കരയണം. നിന്റെ കണ്ണുകളുടെ ദൗത്യമാണത്. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. നമ്മളെല്ലാവരും പഠിച്ചവരാണ്. അല്ലാഹു നാളെ ചൂടേറിയ മഹ്ശറിൽ അവന്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്ന മഹാന്മാരെ എണ്ണിയപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാ, ഒരാൾ ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർത്തു, ഫഫാളത് ഐനാഹു, അവന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി, അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനു വേണ്ടി നമ്മൾ കരയുന്നു? അള്ളാനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. അതേ അവസരത്തിൽ ഈ കണ്ണ് നൽകിയ റബ്ബിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കുന്നതിൽ വീഴ്ചകൾ ധാരാളമായി വന്നുപോയല്ലോ എന്ന് ഓർക്കുമ്പോ, അതിന്നവൻ നിശ്ചയിച്ചിട്ടുള്ള കഠിനകഠോരമായ ശിക്ഷയോർക്കുമ്പോ, അതോർത്തുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണുകൾ, ആ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഐനാനി, 2 കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, ആ 2 കണ്ണുകളെ നരകത്തീ സ്പർശിക്കുന്നതല്ല. അതിൽ ഒരു കണ്ണ് ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണ്. ചിരിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കുകളിലും പലതും സെൻഡ് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചോ, ഞാൻ എന്റെ പരലോകമോർത്ത് കരഞ്ഞോ? ഞാൻ എന്റെ ഖബറിടം ഓർത്ത് കരഞ്ഞോ? ഞാൻ എന്റെ വിചാരണാദിനം ഓർത്ത് കരഞ്ഞോ? ഞാൻ എന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞോ? മുൻഗാമികൾ അങ്ങനെ ഏറെ കരഞ്ഞു. ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞു. അവിടുത്തെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞു. പക്ഷെ അവിടുന്ന് പാപിയല്ല. പാപങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പാപം ചെയ്തു പോയോ എന്ന വിനയത്തിന്റെ ആ കുറ്റബോധം ഇങ്ങനെ മനസ്സിൽ, ഒരു പാപത്തിന്റെ കറയും തീണ്ടാതെ തന്നെ അവിടുന്ന് കരഞ്ഞു. ദിനേന ഇസ്തിഗ്ഫാർ ചോദിച്ചു. ഉമ്മത്തിന് വേണ്ടി കരഞ്ഞു. ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട്, അവരെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്തിന് വേണ്ടി കരഞ്ഞു. പല ഘട്ടങ്ങളിൽ കരഞ്ഞു. എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ള കരയലായിരുന്നു. നമുക്കതിന് സാധിച്ചോ? ഈ കണ്ണുകൾ നൽകിയ നാഥനോട് കാണിക്കുന്ന ശുക്റാണ്. റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാൻ സാധിക്കണം. റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാൻ സാധിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, പല രംഗങ്ങൾ കണ്ടുകൊണ്ട് കരഞ്ഞവർ, രോഗം കണ്ട് കരഞ്ഞവർ, വിഷമം കൊണ്ട് കരഞ്ഞവർ, സീരിയലുകളിലെ നടനങ്ങളും നുണക്കഥകളും കേട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, പലരും പലതിനു വേണ്ടി വിങ്ങിപ്പൊട്ടിയവർ,
തന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയാൻ, ഈ കണ്ണ് നൽകിയ നാഥനെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഈ കണ്ണുകൊണ്ട്, ഈ കണ്ണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമിളക്കുന്ന കണ്ണുകളാവണം. അള്ളാന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ കാവലിരിക്കുന്ന കണ്ണുകളാവണം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോ ശത്രുക്കൾ അവയെ ആക്രമണം നടത്തുവാനും അതിനെതിരെ അറ്റാക്ക് ചെയ്യുവാനും വരുമ്പോ രാത്രികളിൽ അതിർത്തികളിലും അതുപോലെ തന്നെ ഒരു നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തികളിലുമൊക്കെ കാവലിരുന്ന ഉറക്കമിളച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാര്, വളണ്ടിയർമാര്, സേവകന്മാര് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന, ഉറക്കമിളച്ച് കാവലിരിക്കുന്ന കണ്ണ്, ആ കണ്ണുകളെയും നരകത്തിൽ സ്പർശിക്കുകയില്ല. കണ്ണുകൾ കൊണ്ട് ചെയ്യേണ്ടുന്ന മറ്റൊരനുഗ്രഹം ഉറക്കൊഴിക്കുകയാണ്. ഉറക്കമൊഴിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി ഉറക്കമിളക്കാൻ നമുക്ക് മടിയില്ല. നമുക്കിഷ്ടമുള്ള പലതിനു വേണ്ടിയും മണിക്കൂറുകൾ ചെലവഴിക്കാൻ നമുക്ക് മടിയില്ല. അതേ അവസരത്തിൽ ഈ കണ്ണുകൊണ്ട് ചെയ്യേണ്ടുന്ന ശുക്ർ, ഒരു നല്ല ആയത്ത് പഠിക്കാൻ, ഒരു ഹദീസ് പഠിക്കാൻ, ഒരായത്ത് പഠിക്കാൻ, ഇസ്ലാമികമായ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഒരു കാര്യം കേട്ട് പഠിക്കാൻ, ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ, ഒരു കാര്യത്തിന് കാവൽ നിൽക്കാൻ, അതിനുവേണ്ട രൂപത്തിലുള്ള സേവനം ചെയ്യാൻ, ഈ രൂപത്തിലൊക്കെ കണ്ണുകളെ കൊണ്ട് ഉറക്കമിളച്ച് കാവലിരിക്കുന്ന അവസ്ഥ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ കൂടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ഓ സഹോദരന്മാരെ, അയ്യുന്നാസി അഅ്ളമു അജ്റാ, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജനങ്ങളിൽ ആരാണത് ചെയ്യുന്നവരെന്ന്? അപ്പൊ ഫജഅലു യദ്കുറൂന ലഹു സൗമ വസ്സലാ, കൂടുതൽ നിസ്കരിക്കുന്നതും കൂടുതൽ സുന്നത്ത് നോമ്പെടുക്കുന്നതും നിസ്കരിക്കുന്നതും ഒക്കെ അങ്ങനെ പറയാൻ തുടങ്ങി ഒപ്പം ഇരിക്കുന്ന മറ്റു സഹാബികൾ. എന്നിട്ട് അവർ ഇന്നാള് ഇന്നാള് എന്നൊക്കെ പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബി അഅ്ളമന്നാസി അജ്റൻ മിമ്മൻ ദക്കർതും, നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ പുണ്യം നേടുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഖാലൂ, അവര് പറഞ്ഞു, ബലാ, അതെ പറയൂ മഹാനവറുകളെ. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു, റജുലുൻ ആഖിദുൻ ബിലിജാമി ഫറസിഹി യക്ലഉ വയഹ്റുസുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ, മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരെ ശത്രുക്കളുടെ അറ്റാക്കിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന, അതിനുവേണ്ടി തന്റെ വാഹനപ്പുറത്ത് കാവലിരിക്കുന്ന, ലായതിരി, അയാൾക്കറിഞ്ഞുകൂടാ, അസബുൻ യഫ്തരിസുഹു, വല്ല വേട്ടമൃഗങ്ങളും വന്ന് അദ്ദേഹത്തെ പിടിച്ചു തിന്നുമോ, അതല്ലെങ്കിൽ അംഹാമത്തുൻ തൽദഖുഹു, വല്ല വിഷജന്തുക്കളും അദ്ദേഹത്തെ കടിക്കുമോ, ഔ അദുവുൻ യർശാ, വല്ല ശത്രുക്കളും അദ്ദേഹത്തെ വന്ന് അറ്റാക്ക് ചെയ്യുമോ, ഇതൊന്നും ഭയപ്പെടാതെ മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എവിടെയാണോ കാവലിരിക്കേണ്ടതെങ്കിൽ അത് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് കാവലിരിക്കുന്ന മനുഷ്യൻ, ഫഹാദാ അഅ്ളമു അജ്റൻ മിമ്മൻ ദക്കർതും, നിങ്ങൾ ഈ പറഞ്ഞവരെക്കാളൊക്കെ വലിയ മഹാൻ അയാളാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. എന്താണത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാന്റെ ദീനിന് വേണ്ടി കണ്ണുകള് കാവലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒക്കെ അതിർത്തികളിലും ശത്രുക്കളെ നോക്കിയിട്ടുമൊക്കെ ഒഴിഞ്ഞ ഭാഗത്തും മരുഭൂമികളിൽ ഒന്നിനെയും ഭയപ്പെടാതെ ഒറ്റക്ക് കാവലിരുന്ന സഹാബിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിർത്തികളിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന വേളകളിൽ മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കാവലിരുന്ന ആളുകൾ, അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരൊക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ സേവനമാണ്. മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, മുസ്ലിമീങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഉറക്കമിളക്കുന്ന കണ്ണുകൾ, ഇതൊക്കെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കണ്ണുകൾ കൊണ്ട്. അതേ അവസരത്തിൽ ഇതൊക്കെ ഈ കണ്ണുകൾ കൊണ്ട് സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ ഇതേ കണ്ണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങളും, വലാകിന്ന അക്സറന്നാസ്, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ലാ യശ്കുറൂന, നന്ദി കാണിക്കുന്നവരല്ല. ഈ കണ്ണുകളാണ് സർവ്വ തിന്മകൾക്ക് വേണ്ടിയും നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഈ കണ്ണുകളെ, അള്ളാഹു നൽകിയ ഈ കണ്ണുകളെ
അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കാണുവാനും ആസ്വദിക്കുവാനുമാണ് ഏറെ ഉപയോഗപ്പെടുത്തുന്നത്. റബ്ബിന്റെ വിലക്ക് വകവെക്കാതെ സൂറത്തുന്നൂറിൽ രണ്ടു കൂട്ടരോടും ഒന്നിച്ചു പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ, അവരുടെ കണ്ണുകൾ അവരെ താഴ്ത്തട്ടെ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അടുത്ത ആയത്തിൽ പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. വിശ്വാസിനികളായ സ്ത്രീകളോടും പറഞ്ഞേക്കൂ, അവരുടെ ദൃഷ്ടികൾ അവരെ താഴ്ത്തട്ടെ, ഗുഹ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താന്ന് ചോദിച്ചാൽ അതാണ് സർവ്വ തിന്മകളുടെയും മാതാവ് അള്ളാഹ് നൽകിയ ഈ കണ്ണുകൾ കൊണ്ടുള്ള അഹിതമായ നോട്ടമാണ്, ഹറാമുകളിലേക്കുള്ള നോട്ടമാണ്. അത് പത്രത്തിലെ ഫോട്ടോയാണെങ്കിലും, സ്ക്രീനിലെ ഫോട്ടോയാണെങ്കിലും, നിന്റെ മൊബൈലിലെ ഫോട്ടോയാണെങ്കിലും, നിനക്ക് കിട്ടുന്ന വീഡിയോ ക്ലിപ്പുകളാണെങ്കിലും, നീ കയറി ചെല്ലുന്ന സൈറ്റുകളാണെങ്കിലും, നീ സന്ദർശിക്കുന്ന ഏത് മേഖലകളാണെങ്കിലും, പുറത്തേക്കിറങ്ങിയാൽ ഇടംബലം പരസ്യത്തിന്റെ ബോർഡുകളായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നവയാണെങ്കിലും, ഏതിലേക്കും നിന്റെ കണ്ണുകളെ നീ തിരിക്കുമ്പോ അറിയാതെ നിന്റെ നോട്ടം എത്തുന്നത് പോലെയല്ല, ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടാമതും നോക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രിഫ് ബസറക്, കണ്ണിനെ തിരിച്ചോളണം, പെട്ടെന്ന് കണ്ണിനെ തിരിച്ചോളണം. യാദർച്ഛികമായി മുന്നിൽ വന്ന് പെട്ടേക്കും, പക്ഷെ കണ്ണിനെ തിരിച്ചോളണം. ലാ തുത്ബിഇ അൻ-നളറ അൻ-നളറ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലകസ്സാനിയ. ഒരു നോട്ടം പിന്നെയും നോട്ടം. ഒന്നാമത്തേത് നീ അറിയാതെ കണ്ടുപോയതാണ്, രണ്ടാമത്തത് ഉദ്ദേശപൂർവം നോക്കുന്നതാണ്. ആദ്യത്തത് നിന്റെ കുറ്റമല്ല, കാരണം അറിയാതെ പെട്ടുപോയി, കണ്ടുപോയി. വീണ്ടും ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള രണ്ടാമത്തത് നിന്റെതല്ല, അത് നിന്നെ പാപിയാക്കും, നിന്നെ കുറ്റക്കാരനാക്കും. പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തെ വൃത്തികേടുകളിലാണ് ഇന്ന് സമുദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ഏറെ ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം കൃത്യമായി അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുവാനാണ് സഹോദരങ്ങളെ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി റബ്ബ് നൽകിയ ഈ അനുഗ്രഹത്തെ എപ്പോഴും ഓർക്കുക. നേരത്തെ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കാൻ, ഈ കണ്ണൊന്ന് അടച്ചു പിടിച്ചു നോക്കുക. ഇതങ്ങ് നഷ്ടപ്പെട്ടാൽ, ഇതിനൊരു വേദന വന്നാൽ, ഇതിനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ, ഇതൊന്ന് മാറ്റിവെക്കേണ്ടി വന്നാൽ, നേത്ര പഠനം മാറ്റേണ്ടി വന്നാൽ, എന്തൊക്കെ എത്രായിരം എത്ര കോടി അനുഗ്രഹങ്ങൾ. എന്നിട്ടും നമ്മൾ ഒന്നും അറിയാതെ ദിനേന പത്രം വന്നാൽ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാഗസിനുകൾ, നമ്മുടെ സ്ത്രീകൾ വനിതകൾക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന ചില മാസികകളുണ്ട്, പലരും ഇറക്കുന്നു, പലരുടെയും പേരിൽ ഇറക്കുന്നു. എല്ലാവർക്കും വേണ്ടത് പെണ്ണിനിറക്കുന്ന മാസികയാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് പെണ്ണിന്റെ ഉടൽ തന്നെയാണ്. അത് വായിക്കാൻ, വനിതാ മാസികകൾ വായിക്കാൻ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്താ? അതാണ് സമൂഹത്തിന് ആവശ്യം. പത്രത്തിലാണെങ്കിലും, മാസികകളിലാണെങ്കിലും, വാരികകളിലാണെങ്കിലും, മിനിസ്ക്രീനിലാണെങ്കിലും, ബ്ലൂടൂത്തിലൂടെയാണെങ്കിലും, നമ്മുടെ ഏത് സംവിധാനത്തിലൂടെയാണെങ്കിലും ഇതിന് മാത്രം മാർക്കറ്റ്. ഇത് ആസ്വദിച്ച്, ഇത് കൊണ്ടു നടന്ന്, ഇത് സൂക്ഷിച്ച്, ഇടക്കിടക്ക് എടുത്തു നോക്കി ആൽബങ്ങളായി സൂക്ഷിച്ച് ഒക്കെ ഈ സമുദായം ഇങ്ങനെ വെന്തുരുകുകയാണ്. നരകത്തീയിലേക്കുള്ള അവന്റെ പ്രത്യേകമായ കാര്യങ്ങളെ അവൻ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലൂടെ അവനിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബിന്റെ ചോദ്യം ഓർക്കുക, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ നാം അവന് നൽകിയിട്ടില്ലയോ? ആ ചോദ്യം അവൻ അറിയാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചു, നമ്മളോട് ചോദിച്ചോ എന്നല്ല. ഞങ്ങൾക്ക് രണ്ട് കണ്ണ് നൽകിയോ അല്ലേ, ഒരു സംശയം തീർത്തതാ? അല്ല, തന്നിട്ടുണ്ട്. രണ്ട് കണ്ണ് ഞാനാ തന്നത്. ഞാൻ തന്നത് എനിക്കെതിരെ ഉപയോഗപ്പെടുത്തിയാൽ, എന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന മാർഗങ്ങളിലേക്ക് നിന്റെ കണ്ണുകൾ പോയാൽ ശക്തമായ വില കൊടുക്കേണ്ടി വരും നീ അതിന്. പരലോകത്ത് തീരാത്ത നരകമായിരിക്കും നിന്റെ കണ്ണുകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഈ കണ്ണുകൾ കൊണ്ട് സ്വർഗം വാങ്ങാനുള്ള മാർഗങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് മാത്രം ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കുക. നമ്മുടെ ബന്ധപ്പെട്ടവരോട് ആ ഉത്ബോധനം പകർന്നു കൊടുക്കുക. സർവശക്തനായ നാഥൻ കനിഞ്ഞ് അരുളി അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും അവന്റെ തൃപ്തിയിലേക്ക് മാത്രം വിനിയോഗിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله. أما بعد
ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിയ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവന് തൃപ്തിപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള കനത്ത ഈമാൻ, ദാർഢ്യതയോടുകൂടെയുള്ള വിശ്വാസമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അതിന് റബ്ബിനെ കുറിച്ച് ശരിക്കറിയണം. അല്ലാഹു പറയുന്നു, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ അവൻ അറിയുന്നു, അത് വേറൊരാൾക്ക് അറിയൂല. യഅലമു ഖായിനത്തൽ അയുനി, കണ്ണുകളുടെ വഞ്ചനാ നോട്ടങ്ങളെ, പെട്ടെന്നുള്ള കണ്ണിന്റെ അടിച്ചെടുക്കലുകളെ ഇത് റബ്ബറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അവൻ അറിയുന്നുണ്ട്. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ എന്താണ് നീ ഇപ്പൊ ചെയ്തത്? ആരും അറിഞ്ഞില്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ എന്ത് ചെയ്തു, അത് റബ്ബ് അറിയുന്നുണ്ട്. നിന്റെ ഖൽബിൽ എന്ത് വന്നു, അതവൻ അറിയുന്നുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. വഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് കേട്ടോ, ഹാഫിളീൻ, സൂക്ഷിപ്പുകാർ. ലഹാഫിളീൻ, വഇന്ന അലൈക്കും ലഹാഫിളീൻ, കാവൽക്കാരുണ്ട്, സൂക്ഷിപ്പുകാരുണ്ട്, സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നവരുണ്ട്. കിറാമൻ കാതിബീന, മാന്യന്മാരാണവർ, എഴുത്തുകാര്, എല്ലാം രേഖപ്പെടുത്തുകയാണ്. യഅലമൂന, അവരറിയുന്നു. മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത് അവരറിയുന്നു, റബ്ബറിയുന്നു. അവനേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാര് അത് രേഖപ്പെടുത്തുന്നു, കൃത്യമായി രേഖപ്പെടുത്തുന്നു, ഒന്നുമഴിയാതെ രേഖപ്പെടുത്തുന്നു. അത് നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ വരുന്നു. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നിന്റെ ഗ്രന്ഥം വായിക്കടോ, നിന്റെ പുസ്തകം നന്മ തിന്മകൾ എഴുതിയ രേഖ വായിക്ക്. കഫാ ബിനഫ്സികൽ യൗം, ഇന്നത്തെ ദിവസം നീ തന്നെ മതി നിനക്ക് ഹസീബ, വിചാരണ നടത്താൻ. നിന്നെക്കുറിച്ച് ആരും കുറ്റമെഴുതിയതല്ല, നീ ചെയ്തത് ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണിത്, നോക്കി വായിക്കൂ എന്ന് പറയുമ്പോ നമ്മുടെ കണ്ണിന്റെ പാപങ്ങൾ അതിൽ നിറഞ്ഞു കിടക്കുന്നു. നമ്മുടെ കണ്ണിന്റെ പാപങ്ങൾ അതിൽ നിറഞ്ഞു കിടക്കുന്നു. ആരും കാണാതിരിക്കാൻ വാതില് കുറ്റിയിട്ട്, ആരും കാണാതിരിക്കാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി. നിന്റേതായ കണ്ണുകളെ കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ അത് റബ്ബറിയുന്നുണ്ട്, അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എവിടെയും നീ ഒറ്റക്കായിരുന്നില്ല, നിന്റെ കൂടെ റബ്ബിന്റെ നോട്ടമുണ്ടായിരുന്നു, അതെഴുതുന്ന മലക്കുകൾ ഉണ്ടായിരുന്നു. അത് റെക്കോർഡായി നിന്റെ ഖബറിൽ, നിന്റെ ചുമലിലായിക്കൊണ്ട് നീ ഖബറിൽ പോയിരുന്നു. അത് നാളെ പരലോകത്തതാ വിടർത്തപ്പെട്ട് കഴിഞ്ഞു. അതാ വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ എന്നല്ലാഹു പറഞ്ഞത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഈ ചിന്ത കൊണ്ട് മാത്രമേ സുഹൃത്തുക്കളെ നമ്മൾ നന്നാവുള്ളൂ. ഈ ചിന്ത കൊണ്ട് മാത്രമേ നന്നാവുള്ളൂ. പാപ്പാനെ പേടിച്ചും ഉമ്മാനെ പേടിച്ചും അയൽക്കാരനെ പേടിച്ചും കൂടെ ഉറങ്ങുന്ന ഭാര്യയെ പേടിച്ചും ഭർത്താവിനെ പേടിച്ചും കൂടെ മുറിയിൽ താമസിക്കുന്ന മറ്റു സഹോദരങ്ങളെ പേടിച്ചിട്ടും മറ്റു അയൽക്കാരെ പേടിച്ചിട്ടും ആരെ പേടിച്ചുകൊണ്ടും ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശാശ്വതമായ വിട്ടുനിൽക്കലാവില്ല. അതൊക്കെ താൽക്കാലികം. ശാശ്വതമായി വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എൻ്റെ റബ്ബ് അവൻ അറിയുന്നു, അവന്റെ ഉദ്യോഗസ്ഥന്മാര് മലക്കുകൾ മലാഖമാരത് എഴുതുന്നു. നാളെ പരലോകത്തത് കാണിക്കപ്പെടും. ഞാൻ വായിക്കും, ഞാൻ മറുപടി പറയും, ഞാൻ വഷളാവും. ആ ഒരൊറ്റ ചിന്ത കൊണ്ടേ സാധിക്കുകയും. അങ്ങനെ തിന്മകളുടെ റെക്കോർഡ് ഇങ്ങനെ കാണുമ്പോ മനുഷ്യൻ അവിടെ വെച്ച് പറയാതിരിക്കാനാ അല്ലാഹ് ഇവിടുന്ന് പറയുന്നത്. എന്താ അവിടെ വെച്ച് പറയാ? അൻ തഖൂല നഫ്സുൻ അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. എന്റെ നഷ്ടമേ, എന്റെ ഖേദമേ എന്നൊരാളും പറയാതിരിക്കാൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതെ അരുതാത്തതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയല്ലോ എന്ന് ആ ഗ്രന്ഥം കാണുമ്പോ നീ അവിടെ വെച്ച് വിലപിക്കാതിരിക്കാനാണ് ഇവിടുന്ന് നിന്നോടിത് പറയുന്നത്
എന്ന കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശുക്റുള്ളവരായി തീരുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മയെല്ലാം ആ നിലക്ക് റബ്ബിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അവൻ സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.